എറണാകുളം കാലടി സ്റ്റേഷനിലെ 10 പോലീസുകാർക്ക് കൂട്ടസ്ഥലം മാറ്റം. ഗുണ്ടാ മാഫിയ ബന്ധമുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. ഗുണ്ടാ മാഫിയയുമായി വഴിവിട്ട ബന്ധമുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്നാണ് കൂട്ടസ്ഥലം മാറ്റം. ഗുണ്ടാ മാഫിയക്കെതിരായ പരാതികൾ ഒതുക്കി തീർക്കുന്നതായും പരാതിക്കാരെ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കുന്നതായും ഇന്റലിജൻസിന്റെ പരിശോധനയിൽ വ്യക്തമായി. കൂടാതെ ഗുണ്ടകളിൽ നിന്ന് പണം കൈപ്പറ്റിയതായും ഇന്റലിജൻസ് കണ്ടെത്തി. ഇക്കാര്യങ്ങൾ ഉൾപ്പെടുത്തി സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കാലടി സ്റ്റേഷനിലെ 10 പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കാലടി കേന്ദ്രീകരിച്ച് ഗുണ്ടാവിളയാട്ടം വർദ്ധിച്ചതായുള്ള പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്റലിജൻസിന്റെ അന്വേഷണം. ഗുണ്ടാ മാഫിയയോട് വിധേയം കാണിക്കുന്ന പോലീസുകാർക്കുള്ള താക്കീതാണ് ഈ സ്ഥലം മാറ്റം. അതിനിടെ കൊച്ചിയിലെ ഗുണ്ടാ കേസുകൾ എൻഫോഴ്സ്മെന്റ് അന്വേഷിക്കാനും തീരുമാനമായി. പോലീസ് ഉദ്യോഗസ്ഥരും ഗുണ്ടകളും തമ്മിലുള്ള ബന്ധത്തിനൊപ്പം ഇവരുടെ സ്വത്ത് സമ്പാദനവുമാണ് അന്വേഷിക്കുന്നത്. ഗുണ്ട പോലീസ് ബന്ധത്തിന് പുറമെ ഇവരുമായി ബന്ധപ്പെട്ട ഇടനിലക്കാരായ രാഷ്ട്രീയക്കാരുടെ സ്വത്തും എൻഫോഴ്സ്മെന്റ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഗതാഗത രംഗത്ത് വിപ്ലവാത്മക ചുവടുമായി ഇന്ത്യയിലെ ആദ്യ LNG ബസ് കേരളത്തിൽ. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫ്ളാഗ് ഓഫ് ചെയ്ത ബസിന്റെ പരീക്ഷണ ഓട്ടം കൊച്ചിയിലായിരിക്കും. അടുത്ത 5 വർഷത്തിനുള്ളിൽ KSRTCയെ പൂർണ്ണമായും CNG ആക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മോട്ടോർ വാഹന നിയമത്തിലെ കരട് നിർമ്മാണത്തിന്റെ ഭാഗമായി അന്തർ സംസ്ഥാന ഗതാഗത മന്ത്രിമാരുടെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. ഇന്ത്യയിലെ ഗതാഗത രംഗത്ത് വിപ്ലവാത്മക ചുവടുവയ്പുമായാണ് കേരളത്തിൽ ആദ്യത്തെ LNG ബസ് നിരത്തിലിറങ്ങിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ബസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചത്. കാർബൺ പുറന്തള്ളില്ല, ഇന്ധന ചെലവ് പകുതിയോളം കുറയ്ക്കാം, ഒറ്റത്തവണ ദ്രവീകൃത പ്രകൃതിവാതകം നിറച്ചാൽ 600 കിലോമീറ്റർ വരെ സുഖമായി ഓടും. ചുരുക്കത്തിൽ പറഞ്ഞാൽ LNGയുടെ വരവോടെ ഗതാഗത രംഗത്ത് വൻ കുതിച്ചുചാട്ടമാണ് പ്രതീക്ഷിക്കുന്നത്. 45 ലക്ഷം രൂപയ്ക്ക് ഒരു ബസ് ഇറക്കാം. ഇന്ധന ടാങ്ക് ക്രയോജനിക് ആയാൽ CNG ബസ്സുകൾക്ക് LNGയിലേക്ക് മാറുകയും ചെയ്യാം. കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ അനുമതി കിട്ടിയാൽ പരീക്ഷണ ഓട്ടം കൊച്ചിയിലായിരിക്കും. KSRTCയുടെ CNG ബസ്സുകളും സോളാർ ഇലക്ട്രിക്കൽ വാഹനങ്ങളുടെ മോഡലുകളും പുറത്തിറക്കി. റോഡ് സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന പദ്ധതികളുമായി മുന്നോട്ടു പോകാനാണ് തിരുവനന്തപുരത്ത് ചേർന്ന അന്തർ സംസ്ഥാന ഗതാഗത മന്ത്രിമാരുടെ യോഗം തീരുമാനിച്ചത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ KSRTCയെ പൂർണ്ണമായും CNG ആക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. And we are proud to announce that we are the first state in the country to commission a vehicle using LNG technology in collaboration with Petronet India. The state proposes to convert all the buses of the state transport undertaking KSRTC into CNG fueled vehicles within the next 5 years. LNG പൈപ്പ് ലൈൻ പദ്ധതി വേഗത്തിലാക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കണമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ആവശ്യപ്പെട്ടു. അതേസമയം പെട്രോനെറ്റ് LNGയും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ചേർന്ന് കേരളപ്പിറവിയുടെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി പുത്തൻ ബസ് ഇറക്കിയതോടെ KSIRTCയും വലിയ പ്രതീക്ഷയിലാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശബരിമല തീർത്ഥാടനം പരിസ്ഥിതി സൗഹാർദ്ദവും പ്ലാസ്റ്റിക് മുക്തവുമാക്കുമെന്ന് സർക്കാർ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇക്കാര്യം അറിയിച്ചത്. 150 കോടി രൂപയുടെ ക്രമീകരണങ്ങളാണ് തീർത്ഥാടനത്തിനായി ഒരുക്കിയിട്ടുള്ളതെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും വ്യക്തമാക്കി. തീർത്ഥാടന കാലത്തെ ഒരുക്കങ്ങൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാന മന്ത്രിമാരുടെ യോഗം വിലയിരുത്തി. ഈ മാസം 16-ന് ശബരിമല തീർത്ഥാടനത്തിന് തുടക്കമാകുന്ന പശ്ചാത്തലത്തിലാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തെ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം തിരുവനന്തപുരത്ത് ചേർന്നത്. ശബരിമല തീർത്ഥാടനം പരിസ്ഥിതി സൗഹൃദവും പ്ലാസ്റ്റിക് മുക്തവുമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. Though Shabarimala pilgrimage still has its own hardships, several steps have been taken to make the pilgrimage more comfortable. Another important aspect of the pilgrimage is the need for better coordination and communication among the states. തീർത്ഥാടനത്തിന് തുടക്കമാകും മുൻപ് തന്നെ കുടിവെള്ള കിയോസ്കുകൾ ഭക്തർക്കായി ദേവസ്വം ബോർഡ് ഉറപ്പാക്കണം. സന്നിധാനവും പരിസരവും പ്ലാസ്റ്റിക് മാലിന്യമുക്തമാക്കാൻ ഓരോ അയ്യപ്പ ഭക്തന്മാരും മുൻകൈയെടുക്കണം. ഇതിനായി മറ്റ് സംസ്ഥാനങ്ങൾ ക്യാമ്പയിൻ നടത്തണം. പമ്പയെ മാലിന്യമുക്തമാക്കുക വലിയ വെല്ലുവിളിയാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കൂടാതെ നിലയ്ക്കലിലെ പാർക്കിംഗ് സംവിധാനം വിപുലപ്പെടുത്തിയതായും മരക്കൂട്ടം, ശരംകുത്തി എന്നിവിടങ്ങളിൽ ക്യൂ കോംപ്ലക്സ് യാഥാർത്ഥ്യമാക്കിയെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ വിശദീകരിച്ചു. 150 കോടി രൂപയുടെ ക്രമീകരണങ്ങളാണ് തീർത്ഥാടനത്തിനായി ഒരുക്കിയിട്ടുള്ളതെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തീർത്ഥാടകരുടെ കൃത്യമായ കണക്ക് കേരളത്തിന് അതത് സംസ്ഥാനങ്ങൾ കൈമാറണമെന്നും സംസ്ഥാന സർക്കാർ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശബരിമലയ്ക്ക് വൻ സുരക്ഷാ ഭീഷണി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചു. സ്ഫോടക വസ്തുക്കളുമായി തീവ്രവാദികൾ എത്തുമെന്ന് കത്ത്. ഉപകരണങ്ങൾക്ക് കണ്ടുപിടിക്കാനാകാത്തതാകും സ്ഫോടക വസ്തുക്കളെന്നും കത്തിൽ സൂചന. 2013-ന് ശേഷം സുരക്ഷാ ഓഡിറ്റ് നടന്നിട്ടില്ല. ഇത് ഗൗരവമായി കാണണമെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പറയുന്നു. കത്തിന്റെ പകർപ്പ് പീപ്പിൾ TV പുറത്തുവിട്ടു.
വരുന്ന നവംബർ 15-ന് ശബരിമല തീർത്ഥാടനം ആരംഭിക്കാനിരിക്കെയാണ് ആക്രമണ ഭീഷണി മുൻനിർത്തിയുള്ള കത്ത്. മെറ്റൽ ഡിറ്റക്ടറുകൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കാനാണ് അക്രമികളുടെ പദ്ധതിയെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കത്തിൽ പറയുന്നു. സന്നിധാനത്തും പരിസരത്തും പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അടിയന്തരമായി സ്വീകരിക്കണം. 2013 മെയ് 27-ന് ശേഷം കഴിഞ്ഞ 2 തീർത്ഥാടന കാലത്തും സുരക്ഷാ ഓഡിറ്റ് ശബരിമലയിൽ നടക്കാത്തത് കത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളുടെ വീഴ്ചയായി എടുത്തു പറയുന്നു. 10 ദിവസം മുൻപ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള VIP സുരക്ഷാ വിഭാഗം അണ്ടർ സെക്രട്ടറി ശ്രീവാസ്തവയാണ് ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചത്. അതേസമയം ശബരിമലയിൽ പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ സംസ്ഥാന പോലീസും ഒരുക്കുകയാണ്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ സംസ്ഥാന പോലീസ് നേരത്തെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വയനാട്ടിൽ കഴിഞ്ഞ ദിവസം കാട്ടാന ചെരിഞ്ഞത് ഷോക്കേറ്റെന്ന് സൂചന. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരമാണിത്. വെടിയേറ്റ് ചരിഞ്ഞതെന്ന് വരുത്താൻ മസ്തകത്തിൽ കമ്പി കുത്തിയിറക്കി മുറിവുണ്ടാക്കിയതായും സംശയമുണ്ട്. അന്വേഷണം വഴിതിരിച്ചുവിടാനായിരുന്നു ഈ ശ്രമം. ഞായറാഴ്ച പുലർച്ചെയാണ് കേണിച്ചിറയ്ക്കടുത്ത അതിരാറ്റുകുന്നിലെ വയലിൽ ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ശിരസിൽ 3 വെടിയേറ്റതുപോലുള്ള പാടുകളുണ്ടായിരുന്നു. ഇതാണ് വെടിയേറ്റതാണ് ആന ചെരിഞ്ഞതെന്ന പ്രാഥമിക നിഗമനത്തിൽ വനംവകുപ്പ് എത്താൻ കാരണം. എന്നാൽ ഇന്നു നടത്തിയ വിശദമായ പോസ്റ്റ്മോർട്ടത്തിലാണ് ആന ചെരിഞ്ഞതിന് കാരണം ഷോക്കേറ്റാണെന്ന് പ്രാഥമിക സൂചനകൾ ലഭിച്ചത്. തലയുടെ വലതുഭാഗത്തുള്ള മുറിവിനാണ് ഏറ്റവും ആഴമുള്ളത്. കൂടാതെ മസ്തിഷ്കത്തിൽ 2 മറ്റു മുറിവുകളുമുണ്ട്. വന്യമൃഗശല്യം തടയാൻ സാധാരണ സോളാർ ഫെൻസിംഗ് ആണ് ഇവിടെ ഉപയോഗിക്കാറ്. എന്നാൽ കൃഷിയിടം സംരക്ഷിക്കാനായി സ്ഥാപിച്ച ഇലക്ട്രിക് ഫെൻസിംഗിൽ തട്ടിയേക്കാം ആനയ്ക്ക് ഷോക്കേറ്റതെന്നാണ് നിഗമനം. വയനാട്ടിൽ 2 കാട്ടാനകൾ വെടിയേറ്റ് ചെരിഞ്ഞ സംഭവമുള്ളതിനാൽ ഇതും ആ ഗണത്തിലേക്ക് മാറ്റാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് മസ്തിഷ്കത്തിൽ മുറിവുണ്ടാക്കിയതെന്നാണ് നിഗമനം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നാളെ പുറത്തുവരും. സംഭവത്തിൽ വനം വകുപ്പ് അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, വയനാട്. സെക്രട്ടറിയും എറണാകുളം ജില്ലാ പ്രസിഡന്റുമായ KN ഗോപിനാഥിന് വെട്ടേറ്റു. പാലാരിവട്ടത്ത് യൂബർ ടാക്സിക്കെതിരെ ടാക്സി തൊഴിലാളികൾ നടത്തിയ സമരം ഉദ്ഘാടനം ചെയ്ത് മടങ്ങുമ്പോഴായിരുന്നു ആക്രമണം. വടകര സ്വദേശി ഉണ്ണികൃഷ്ണനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. കഴുത്തിന് ആഴത്തിൽ വെട്ടേറ്റ ഗോപിനാഥിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ഉച്ചയ്ക്ക് 12:30 പാലാരിവട്ടം ജംഗ്ഷനിലാണ് സംഭവം. ഓൺലൈൻ ടാക്സികൾക്കെതിരെ CITU നടത്തിയ സമരം ഉദ്ഘാടനം ചെയ്ത ശേഷം മുത്തൂറ്റ് സമരവേദിയിലേക്ക് പോകവെയായിരുന്നു അക്രമം. പിന്നിൽ നിന്നെത്തി കഴുത്തിന് വടിവാളിന് വെട്ടുകയായിരുന്നു. ഒരുത്തൻ കാറിൽ വന്നിറങ്ങിയിട്ടാണ് കഴുത്തിനിട്ട് കത്തിയും കൊണ്ട് ഇവിടെ കുത്തിയേക്കണത്. ശരിക്കും ഞാൻ ആളെ കണ്ടിട്ടില്ല. ഞാൻ ഒച്ച കേട്ട് തിരിഞ്ഞു വരുമ്പോഴത്തേനും ഇവൻ ഓടിക്കളഞ്ഞു, കുത്തിയാൾ ഓടിക്കളഞ്ഞു. ഈ കുത്തിയപ്പോഴത്തേനും ഈ ഗോപിനാഥ് സഖാവ് കത്തിക്ക് കയറി പിടിച്ചു. നാട്ടുകാർ അക്രമിയെ പിടികൂടി പോലീസിന് കൈമാറി. വടകര സ്വദേശി ഉണ്ണികൃഷ്ണനാണ് പിടിയിലായത്. കലൂരിലെ ഒരു കടയിൽ ജീവനക്കാരനാണ് ഇയാൾ. CPIM-നോടുള്ള വിരോധം മൂലമാണ് താനിത് ചെയ്തതെന്ന് ഇയാൾ പോലീസിന് മൊഴി നൽകി. എന്നാൽ പോലീസ് പൂർണ്ണമായി ഇത് മുഖവിലക്കെടുത്തിട്ടില്ല. പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണെന്ന് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ എന്നാണ് അയാളുടെ പേര്. വടകര സ്വദേശിയാണെന്നേ അറിയാവുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ അയാളുടെ ഇത് സംബന്ധിച്ചുള്ള കൃത്യത്തിനുള്ള പ്രേരകമായിട്ടുള്ള കാര്യങ്ങളും അതെല്ലാം തന്നെ ശാസ്ത്രീയമായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇതിന്റെ പിന്നിലുള്ള വല്ല ഗൂഢാലോചന ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കും. വെട്ടേറ്റ ഗോപിനാഥിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. മുറിവ് ആഴത്തിലുള്ളതാണെങ്കിലും ആശങ്കപ്പെടാനില്ലെന്ന് CPIM ജില്ലാ സെക്രട്ടറി P. രാജീവ് പറഞ്ഞു. ഇപ്പോൾ അപകടനിലയല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞതെങ്കിലും ഒരു വധശ്രമം തന്നെയാണ് നടന്നിട്ടുള്ളത്. അല്ലെങ്കിൽ കഴുത്തിൽ അങ്ങനെ ഒരു കുത്തുവരേണ്ട സാധ്യതയില്ല. ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വളരെ ആസൂത്രിതമായൊരു ശ്രമമാണ് നടന്നിട്ടുള്ളത്. ഒരു സമരം ഉദ്ഘാടനം ചെയ്തതിന് ശേഷം മറ്റൊരു പരിപാടിയിലേക്ക് പോകുന്ന സന്ദർഭത്തിലാണ് ഇതുണ്ടായിട്ടുള്ളത്. പാളയം മാർക്കറ്റിൽ നിന്നാണ് കത്തി വാങ്ങിയതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു CPIM നേതാവിനെ വധിക്കുകയായിരുന്നു ലക്ഷ്യമെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. KSKTU സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് മൂവാറ്റുപുഴയിൽ പതാക ഉയരും. പതാക, കൊടിമര, ദീപശിഖ റാലികൾ അല്പസമയത്തിനകം സമ്മേളന നഗരിയിൽ സംഗമിക്കും. P. രാജീവ് പതാക ഉയർത്തും. പ്രതിനിധി സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സമ്മേളന നഗരിയിൽ ഉയർത്തേണ്ട പതാകയും വഹിച്ചുകൊണ്ടുള്ള ജാഥ കയ്യൂർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ഈ മാസം 3-നാണ് പ്രയാണം ആരംഭിച്ചത്. ദീപശിഖ പുന്നപ്രവേല രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും, കൊടിമരം MK കൃഷ്ണന്റെ സ്മൃതി കുടീരത്തിൽ നിന്നുമാണ് പ്രയാണം ആരംഭിച്ചത്. നാളെ മുതൽ 3 ദിവസങ്ങളിലായാണ് പ്രതിനിധി സമ്മേളനം നടക്കുക. സമ്മേളനം അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറി A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. 23 ലക്ഷം അംഗങ്ങളെ പ്രതിനിധീകരിച്ച് വിവിധ ജില്ലകളിൽ നിന്നായി 571 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. സമ്മേളനം വമ്പിച്ച കർഷക തൊഴിലാളി മാർച്ചോടെ 11-ന് സമാപിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നാടകം സിനിമാ ജീവിതത്തിൽ 6 പതിറ്റാണ്ട് പിന്നിടുന്ന KTC അബ്ദുള്ളയ്ക്ക് കോഴിക്കോടിന്റെ ആദരം. ചടങ്ങിൽ MD വാസുദേവൻ നായർ മുഖ്യാതിഥിയായിരുന്നു.
അഭിനയ ജീവിതത്തിൽ 60 വർഷം പിന്നിടുന്ന KTC അബ്ദുള്ളയെ ആദരിക്കുന്ന ചടങ്ങ് കോഴിക്കോട്ടെ കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖരാൽ അനുഗ്രഹീതമായിരുന്നു. മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരൻ MT വാസുദേവൻ നായരായിരുന്നു ചടങ്ങിലെ മുഖ്യാതിഥി. കോഴിക്കോട്ടെ ഏത് സാംസ്കാരിക പരിപാടികളിലും പ്രായത്തെ മറന്നു വന്നിരിക്കുന്ന KTC അബ്ദുള്ളയെക്കുറിച്ച് MT ഇങ്ങനെ പറഞ്ഞു. സമൂഹത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽപ്പെട്ടിട്ടുള്ള ആളുകൾ ചേർന്ന് ആദരിക്കുന്നു. അത്ഭുതപ്പെടാനില്ല. അദ്ദേഹത്തിൻ്റെ നന്മ, ഹൃദയത്തിലെ നന്മ, നിഷ്കളങ്കത, സ്നേഹം, ഇതൊക്കെ കൊണ്ടാണ് ഇത്രയും പേര് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടിയിട്ട്, ആദരവ് സമർപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നത്. 25ഓളം നാടകങ്ങളിലും 35ഓളം സിനിമകളിലും വേഷമിട്ട അബ്ദുള്ള നാടകങ്ങളിൽ സ്ത്രീവേഷം കിട്ടിയും മികവ് തെളിയിച്ചു. കാറ്റത്തെ കിളിക്കൂട്, അറബിക്കഥ തുടങ്ങിയ മലയാള സിനിമകളിലും വേഷമിട്ട അബ്ദുള്ള കോഴിക്കോടിന്റെ മികച്ച വ്യക്തിത്വങ്ങളിൽ ഒരാൾ കൂടിയാണ്. നടൻ മാമുക്കോയ, കോഴിക്കോട് നാരായണൻ, MK രാഘവൻ MP, മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ തുടങ്ങി കലാ, രാഷ്ട്രീയ, സാമൂഹിക രംഗത്തെ നിരവധി പേരാണ് ചടങ്ങിൽ പങ്കുചേർന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മേനകാ ഗാന്ധിക്കെതിരെ വ്യത്യസ്തമായ സമരവുമായി പരിസ്ഥിതി പ്രവർത്തകനും കലാകാരനുമായ സുരേന്ദ്രൻ കൂക്കാനം. കളക്ടറേറ്റിന് മുന്നിൽ പട്ടിക്കൂട്ടിൽ കിടന്ന് ചിത്രം വരച്ചുകൊണ്ടാണ് സുരേന്ദ്രൻ പ്രതീകാത്മകമായി പ്രതിഷേധിച്ചത്. മനേകാ ഗാന്ധിക്കെതിരെ വ്യത്യസ്ത സമരമാർഗത്തിലാണ് ശില്പിയും ചിത്രകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ സുരേന്ദ്രൻ കൂക്കാനം. തെരുവു പട്ടിശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ പട്ടിക്കൂട്ടിലിരുന്ന് ചിത്രം വരയ്ക്കുകയാണ് ഈ കലാകാരൻ. സ്വയം രക്ഷയ്ക്കായി മനുഷ്യൻ പട്ടിക്കൂട്ടിൽ കിടക്കേണ്ട ഗതികേടിലാണെന്ന ആശയം കൈമാറുകയാണ് പ്രതീകാത്മക സമരത്തിലൂടെ സുരേന്ദ്രൻ ചെയ്യുന്നത്. പട്ടിയെ കൊന്നാൽ കാപ്പ ചുമത്തണമെന്ന മനേകാ ഗാന്ധിയുടെ പ്രസ്താവനയുടെ പ്രതിഷേധമായിരുന്നു സമരം. കാരണം ഈ സമരം ചെയ്യുന്നത് മേനകാ ഗാന്ധി അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം അവരാണ് ഈ മൃഗസ്നേഹിയായിട്ടുള്ള കേന്ദ്രമന്ത്രി. പട്ടികളെ സംരക്ഷിക്കേണ്ടതാണ്. പക്ഷെ മനുഷ്യന്റെ ജീവന് ഒരു വിലയും കൊടുക്കാതെ അവർ പട്ടികളെ സംരക്ഷിക്കുക, പട്ടികളെ കൊല്ലുന്നവർ കാപ്പ എന്ന ഭീകരണം വെച്ച് അറസ്റ്റ് ചെയ്യുന്നതാണ് അവർ കഴിഞ്ഞ പ്രസ്താവിക്കുന്നത്. കാരണം പിന്നെ ആരാണ് ഇതൊക്കെ ഈ മനുഷ്യന്റെ ജീവനെ സംരക്ഷിക്കേണ്ടത്? മനേകാ ഗാന്ധി നിലപാട് മാറ്റിയില്ലെങ്കിൽ മനേകാ ഗാന്ധിയുടെ വീടിന് മുന്നിൽ സമരം മാറ്റുമെന്നാണ് സുരേന്ദ്രന്റെ നിലപാട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. KSRTCയുടെ പഴയകാല ഫുട്ബോൾ കളിക്കാരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്ത് നടന്ന കൂട്ടായ്മ ഫിഫ കോച്ച് ഗബ്രിയേൽ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. KSRTCയുടെ ആദ്യകാല കളിക്കാരായ ടൈറ്റസ് കുര്യൻ, ബാലകൃഷ്ണൻ നായർ എന്നിവരെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ടീമിലെ പഴയകാല കളിക്കാരായ 50ഓളം പേർ പങ്കെടുത്ത കൂട്ടായ്മയിൽ KSRTC ഓഡിറ്റ് ഓഫീസർ പ്രകാശ് കുമാർ അധ്യക്ഷനായിരുന്നു. CK ജയചന്ദ്രൻ, TP വേണു തുടങ്ങിയവരും കൂട്ടായ്മയിൽ പങ്കെടുത്തു. ഒരൊറ്റ ലോകം ഒരൊറ്റ ഭാഷ എന്ന ആശയം പ്രചരിപ്പിക്കാൻ കേരള പര്യടനവുമായി ബാബ അലക്സാണ്ടർ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള സന്ദേശയാത്ര ഈ മാസം 17-ന് ആരംഭിക്കും. നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിൽ മാസ്റ്റർ ട്രെയിനറാണ് ബാബ അലക്സാണ്ടർ. ലോകത്തെല്ലാവരും തമ്മിൽ ആശയവിനിമയം സാധ്യമാവാൻ ഒരൊറ്റ ലോകം ഒരൊറ്റ ഭാഷ എന്ന ആശയം പ്രചരിപ്പിക്കുകയാണ് നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിൽ മാസ്റ്റർ ട്രെയിനറും ബാബ ഈസി ഇംഗ്ലീഷ് പഠന രീതിയുടെ ഉപജ്ഞാതാവുമായ ബാബ അലക്സാണ്ടർ. നമുക്ക് ലോകത്തുള്ള എല്ലാ ആളുകളുമായിട്ട് ആശയവിനിമയം ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി പല ഭാഷകളുമായിട്ട് നമ്മൾ ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ആശയവിനിമയത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നമുക്ക് ഇംഗ്ലീഷ് ഭാഷയാണെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇത് പ്രചരിപ്പിക്കാനുള്ള സാധ്യതയും അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ പ്രായോഗികമാണ്. ഈ ആശയം പ്രചരിപ്പിക്കാനുള്ള ലോക പര്യടനമായ മാനവ മൈത്രി യാത്രയുടെ ഭാഗമായാണ് കേരള യാത്രയും. ഒരൊറ്റ ഭാഷയ്ക്കായുള്ള ബോധവൽക്കരണമാണ് യാത്രയുടെ ലക്ഷ്യമെന്ന് ബാബ അലക്സാണ്ടർ പറയുന്നു. ഈ ആശയം പല രീതിയിൽ, പല മാർഗങ്ങളിലൂടെ, പല കലാരൂപങ്ങളിലൂടെയും പലതരത്തിലുള്ള സാങ്കേതിക വിദ്യകളിലൂടെ ആളുകൾ എത്തിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നവംബർ 17-ന് കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന യാത്ര 30-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഹരിപ്പാട് പോലീസ് നിയമന തട്ടിപ്പ് കേസ് അന്വേഷണ സംഘം അട്ടിമറിച്ചു. മുൻ ആഭ്യന്തരമന്ത്രിക്കെതിരെ അന്വേഷണം നടത്താതെ ശരണ്യ എന്ന പെൺകുട്ടിയെ മാത്രം പ്രതിയാക്കിയുള്ള അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടത്തിയെന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ മൊഴിയും സംഘം അന്വേഷിച്ചില്ല. 2015 നവംബറിലാണ് ശരണ്യ പോലീസ് പിടിയിലാകുന്നത്. മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അറിവോടെ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസും സീലും ഉപയോഗിച്ച് പോലീസ് നിയമനം നടത്താൻ പലരിൽ നിന്നും ലക്ഷങ്ങൾ കൈപ്പറ്റിയതിനെ തുടർന്നായിരുന്നു അറസ്റ്റ്. തട്ടിപ്പിന്റെ കഥകൾ പീപ്പിൾ TV പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ശരണ്യയെ കായംകുളം പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. കായംകുളം സ്റ്റേഷനിൽ വെച്ച് ആഭ്യന്തരമന്ത്രിയുടെ പങ്കിനെക്കുറിച്ച് പറയാതിരിക്കാൻ പോലീസ് ശ്രമിച്ചുവെങ്കിലും പിന്നീട് ശരണ്യയെ ഹരിപ്പാട് കോടതിയിൽ ഹാജരാക്കിയ വേളയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ രഹസ്യമൊഴിയിലും ആഭ്യന്തരമന്ത്രിയെയും ഓഫീസിനെയും കുറിച്ചുള്ള പങ്ക് വ്യക്തമാക്കിയിരുന്നു. ഇതിനിടയിൽ ആഭ്യന്തരമന്ത്രി നേരിട്ടിടപെട്ട് കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി.
ഇവരെ ഉപയോഗിച്ച് തനിക്കെതിരെയുള്ള തെളിവുകൾ ആഭ്യന്തരമന്ത്രി നശിപ്പിച്ചുവെന്ന ആരോപണവും അന്ന് ഉയർന്നിരുന്നു. ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് ആഭ്യന്തരമന്ത്രിക്കെതിരെയുള്ള ഗുരുതരമായ കേസ് അന്വേഷിച്ചതെന്നതും ശ്രദ്ധേയമാണ്. ഇത്രയധികം ഗൗരവകരമായ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് 1.5 മാസം മുൻപ് ഹരിപ്പാട് കോടതിയിൽ കുറ്റപത്രം നൽകി. ശരണ്യയും മറ്റ് 4 പേരെയും പ്രതിയാക്കിയാണ് ഇപ്പോൾ കുറ്റപത്രം നൽകിയിരിക്കുന്നത്. ശരണ്യ മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ രഹസ്യമൊഴി ലഭിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് മുൻ ആഭ്യന്തരമന്ത്രിക്കെതിരെ അന്വേഷണം നടത്താൻ കഴിയാതിരുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഈ രേഖകൾ കോടതി നൽകിയില്ല എന്നും പോലീസ് പറയുന്നു. ഇത്രയധികം ഗുരുതരമായ കേസിൻ്റെ അന്വേഷണം നടന്നിട്ടും ആഭ്യന്തരമന്ത്രിയെ ഒഴിവാക്കി കേസ് പൂർണ്ണമായിട്ടും അട്ടിമറിച്ചുവെന്ന ആരോപണം ശരിവയ്ക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കൊച്ചി വൈറ്റിലയിലെ ഫ്ളാറ്റിൽ യുവാവിനെ ലഹരി കൊടുത്ത് മയക്കി അശ്ലീല ചിത്രമെടുത്ത് ബ്ലാക്ക്മെയിൽ ചെയ്ത കേസിൽ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അടിമാലി സ്വദേശിനി വിപിനെയാണ് ഹിൽ പാലസ് പോലീസിന്റെ പിടിയിലായത്. വിപിനയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വൈറ്റിലയിലെ ഫ്ളാറ്റിൽ യുവാവിനെ ലഹരി കൊടുത്തു മയക്കി സ്ത്രീകൾക്കൊപ്പം നിർത്തി നഗ്നചിത്രം പകർത്തി ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ 4 യുവാക്കളെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. തോപ്പുംപടി പെൺവാണിഭ കേസിലെ 1-ാം പ്രതി കൂടിയായ മട്ടാഞ്ചേരി കരുവേലിപ്പടി സ്വദേശി ഷിബിലി, തോപ്പുംപടി സ്വദേശി ഡാനി ജോൺ, ഉദയംപേരൂർ സ്വദേശി ശരത്, തൃശൂർ ചെറുതുരുത്തി സ്വദേശി മുസ്തഫ എന്നിവരാണ് അറസ്റ്റിലായവർ. കൊച്ചി നഗരത്തിലെ സ്വകാര്യ ഇലക്ട്രോണിക് സ്ഥാപനത്തിലെ മാനേജറായ കണ്ണൂർ സ്വദേശിയെ ലഹരി കൊടുത്ത് മയക്കി യുവതിക്കൊപ്പം അശ്ലീല ചിത്രമെടുത്ത ശേഷം 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയെന്ന പരാതി ഹിൽ പാലസ് പോലീസാണ് അന്വേഷിക്കുന്നത്. ഗുണ്ടകളെ നേരിടാനായി രൂപീകരിച്ച സിറ്റി ടാസ്ക് ഫോഴ്സിന് ലഭിച്ച പരാതിയെ തുടർന്നാണ് 4 പ്രതികൾ പിടിയിലായത്. പിടിയിലായവർ വധശ്രമ കേസിലും ലഹരിമരുന്ന് കേസിലും പ്രതികളാണെന്ന് പോലീസ് അറിയിച്ചു. സംഭവ ദിവസം ഫ്ളാറ്റിലുണ്ടായിരുന്ന 2 സ്ത്രീകളിൽ ഒരാളെയാണ് പോലീസ് ഒടുവിൽ അറസ്റ്റ് ചെയ്തത്. 2ാമത്തെ സ്ത്രീക്ക് വേണ്ടി പോലീസ് അന്വേഷണം തുടരുകയാണ്. പിടിയിലായവരെ കൂടാതെ അശ്ലീല വീഡിയോ മറ്റൊരാളാണ് പകർത്തിയതെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. അറസ്റ്റിലായവരെ കൂടുതൽ ചോദ്യം ചെയ്താൽ സംഭവത്തിൽ ഉൾപ്പെട്ട കൂടുതൽ പേരെക്കുറിച്ച് അറിയാനാകുമെന്നാണ് പോലീസ് കരുതുന്നത്. അതിനാൽ റിമാൻഡിൽ കഴിയുന്ന 4 പ്രതികളെയും അടുത്ത ദിവസം തന്നെ കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വടക്കാഞ്ചേരി പീഡനക്കേസിലെ പരാതിക്കാരിക്കെതിരെ ഭർത്താവിന്റെ മാതാപിതാക്കൾ രംഗത്ത്. പീഡനം നടന്നുവെന്ന ആരോപണം ശരിയല്ലെന്നും മരുമകൾ സ്ഥിരം പരാതിക്കാരിയെന്നും ആരോപണം. ഭർത്താവിനെതിരെയും വീട്ടമ്മ നിരവധി തവണ പരാതി നൽകിയിട്ടുണ്ടെന്ന് കുടുംബം പറയുന്നു. വടക്കാഞ്ചേരി പീഡന ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് വിശ്വസിക്കുന്നില്ലെന്നാണ് പരാതിക്കാരിയുടെ ഭർത്തൃവീട്ടുകാർ ആരോപിക്കുന്നത്. മരുമകൾ പണം തട്ടാൻ സമർത്ഥയാണെന്നും ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിൽ സ്ഥിരം പരാതിക്കാരിയാണെന്നും കുടുംബം പറഞ്ഞു. ഇവരൊക്കെ കാരണം കൊണ്ടും പൈസ വാങ്ങാനും പിന്നെ അത് വാങ്ങിയവർക്ക് തിരിച്ചു കൊടുക്കാതിരിക്കാനും നല്ല വിരുദ്ധമുള്ളവരാണ്. അവളിനെ എനിക്ക് സത്യമായിട്ട് ഞാൻ ഒരു വകയ്ക്കും അവളിനെ വിശ്വസിക്കില്ല. വീട്ടിൽ കലഹങ്ങൾ പതിവായിരുന്നുവെന്നും മകനെതിരെ നിരവധി തവണ പരാതിക്കാരി കേസ് നൽകിയിട്ടുണ്ടെന്നും വീട്ടമ്മയുടെ ഭർത്താവിന്റെ മാതാപിതാക്കൾ പറയുന്നു. രാത്രി ഒരു 12 മണി വരെ ഇവർക്കവിടെ പ്രശ്നമില്ല. ഒരു 12 മണിയായി ഇവൾക്ക് ഇളകി ഓടും. ഏത് പോലീസ് സ്റ്റേഷനിൽ പോയി ചോദിച്ചാലും ഉള്ള കേസുകൾ കിടക്കും. രാത്രി പോയി കേസ് കൊടുക്കും. ഇപ്പം ഇന്ന് വടക്കാഞ്ചേരിക്ക് ഓടിയ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കും. നാളെ തൃശ്ശൂർക്ക് വന്നിട്ട് പിറ്റേ ദിവസം പോയിട്ട് ആ കേസ് പിൻവലിക്കും. വീട്ടിൽ നിന്ന് പണം വാങ്ങാൻ ഭീഷണി മുഴക്കാറുണ്ടെന്നും വെളിപ്പെടുത്തലുണ്ട്. പിന്നെ ഞങ്ങളെ പേടിപ്പിക്കാൻ മണ്ണെണ്ണ ഒഴിക്കും. വാടക വീട്ടിലിരിക്കുമ്പോഴും മണ്ണെണ്ണ ഒഴിക്കുള്ളൂ. എന്നാൽ കത്തിക്കാനല്ല, ഞങ്ങളെ പേടിപ്പിക്കാൻ. ഭീഷണികൾ പതിവായപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ മരുമകൾക്കെതിരെ കേസ് നൽകിയിട്ടുണ്ട്. 10 വയസ്സും 8 വയസ്സും പ്രായമുള്ള കുട്ടികളെ പരാതിക്കാരി തിരിഞ്ഞു നോക്കുന്നില്ലെന്നും കുട്ടികൾ ഭർത്തൃവീട്ടിലാണെന്നും കുടുംബം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. എറണാകുളം പുല്ലേപ്പടി പാലത്തിലെ ടോൾ പിരിവിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ടോൾ ബൂത്ത് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ ബൂത്ത് ഉപരോധിച്ചു. 2009 നിർമ്മാണം പൂർത്തിയായ പുല്ലേപ്പടി തമ്മനം മേൽപ്പാലത്തിൽ തുടരുന്ന ടോൾ പിരിവ് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളും റെസിഡൻസ് അസോസിയേഷനുകളും പ്രതിഷേധത്തിലാണ്. എറണാകുളം ജില്ലാ റെസിഡൻസ് അസോസിയേഷൻ അപെക്സ് കൗൺസിൽ സംഘടിപ്പിച്ച ടോൾ ബൂത്ത് ഉപരോധം മുൻ MP ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഉദ്ഘാടനം ചെയ്തു. അന്തസ്സോടെ നികുതി കൊടുത്ത് ജീവിക്കുന്ന പൗരസമൂഹത്തിന് നിർബാധം കടന്നുപോകുന്നതിന് തടസ്സം സൃഷ്ടിക്കുകയും അവർക്ക് ഒരു തരത്തിലുള്ള ഒരു അപമാനം അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇതൊക്കെ നിർത്തിയേ മതിയാകും. ടോൾ എന്നത് ഒരിക്കൽ ഏർപ്പെടുത്തിയാൽ പിന്നെ ഒരിക്കലും അവസാനിക്കാത്ത രീതിയിലുള്ള അത് അംഗീകരിക്കാൻ കഴിയില്ല. മെട്രോ റെയിൽ നിർമ്മാണം പൂർത്തിയാകും വരെ പുല്ലേപ്പടി മേൽപ്പാലത്തിലെ ടോൾ പിരിവ് നിർത്തിവെക്കാൻ നേരത്തെ കൊച്ചി നഗരസഭ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ ധാരണയായിരുന്നുവെങ്കിലും അത് നടപ്പായില്ല. 6 കോടി രൂപ നിർമ്മാണ ചെലവ് വന്ന പാലത്തിനായി അതിന്റെ 3 ഇരട്ടിയോളം തുക ടോൾ വഴി പിരിച്ചെടുത്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന് കീഴിൽ വരുന്ന ജില്ലയിലെ മറ്റു പാലങ്ങളിലെ ടോളുകൾ അവസാനിപ്പിച്ചിട്ടും എറണാകുളം പുല്ലേപ്പടി പാലത്തിൽ പിരിവ് തുടരുന്നതാണ് കടുത്ത പ്രതിഷേധത്തിന് കാരണം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പുരോഗമന കലാസാഹിത്യ സംഘം തിരുവനന്തപുരം ജില്ലാ സമ്മേളനം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ ഉദ്ഘാടനം ചെയ്തു. എഴുത്തുകാരൻ
എഴുത്തുകാർ ഒറ്റപ്പെടുന്ന കാലത്ത് അവരുടെ സംരക്ഷകരാകാൻ പുകാസയ്ക്ക് കഴിയുകയുള്ളൂവെന്നും കമൽ പറഞ്ഞു. നിലമ്പേരൂർ മധുസൂദനൻ നായരെ പ്രസിഡന്റായും വിനോദ് വൈശാഖിയെ സെക്രട്ടറിയായും ആർ ശ്രീകണ്ഠനെ ട്രഷററായും തെരഞ്ഞെടുത്തു. പെരപ്പൻകോട് മുരളി, വി കെ ജോസഫ്, ഡോക്ടർ എസ് രാജശേഖരൻ, ഡോക്ടർ പി എസ് സുരീകല, വി സീതമ്മാൾ കെ പി, രണദിവെ തുടങ്ങിയവർ സംസാരിച്ചു. കേരള കേബിൾ TV ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന 5ാമത് ABCD എക്സ്പോയ്ക്ക് മറ്റന്നാൾ കൊച്ചിയിൽ തുടക്കമാകും. 3 ദിവസങ്ങളിലായി കലൂർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന എക്സ്പോ കേബിൾ TV രംഗത്തെ നൂതന സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുന്ന വേദിയാകുമെന്ന് ABCD എക്സ്പോ ജനറൽ കൺവീനർ ഇ ജയദേവൻ കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഡിജിറ്റൽ കേബിൾ TV രംഗത്തെ ആഗോളതലത്തിലുള്ള കമ്പനികൾ എക്സിബിഷനിൽ പങ്കെടുക്കും. എക്സിബിഷന്റെ ഭാഗമായി ഊർജ്ജ സംരക്ഷണ പ്രചരണ പ്രവർത്തനവും KCF ഏറ്റെടുക്കും. വ്യവസായി കൊച്ചൗസേഫ് ചിറ്റലപ്പള്ളിയാണ് എക്സ്പോ ഉദ്ഘാടനം ചെയ്യുകയെന്നും KCF ഭാരവാഹികൾ അറിയിച്ചു.